കർത്തൃനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിൾ ക്രൗൺ പ്രതിദിന പ്രശ്നോത്തരിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നലത്തെ ചോദ്യം, ബാബിലോൺ രാജാവിൻ്റെ നുകത്തിന് കഴുത്ത് കുനിച്ചു കൊടുത്ത് അവനെ സേവിക്കുന്ന ജനതയെ അവരുടെ ദേശത്ത് തന്നെ നിലനിർത്തും എന്ന് യഹോവയുടെ അരുളപ്പാട് അറിയിച്ച പ്രവാചകൻ ആര്? ഉത്തരം യിരെമ്യാവ്. യിരെമ്യാവിൻ്റെ പുസ്തകം 27-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇത് കാണുവാൻ കഴിയും. യഹൂദ രാജാവായ സിദെക്കിയാവ് യഹോവയുടെ അരുളപ്പാടുകൾ കൈക്കൊണ്ടില്ല. അതിൻ്റെ ഭവിഷ്യത്ത് ഭയാനകമായിരുന്നു. ബാബിലോൺ രാജാവ് യെരൂശലേമിനെ വളഞ്ഞപ്പോൾ അത്യുന്നതനായ ദൈവം തൻ്റെ ജനത്തിന്മേൽ മനസ്സലിഞ്ഞ് അവരോട് നെബൂഖദ്നേസർ രാജാവിന് കീഴടങ്ങുവാൻ കൽപ്പിച്ചു. കഴുത്ത് കുനിക്കുക എന്ന് പറയുമ്പോൾ കീഴടങ്ങുക എന്നതാണ്. അപ്പോൾ അവർക്ക് അവിടെ തന്നെ പാർക്കുവാൻ കഴിയുമെന്ന് ദൈവം പ്രവാചകനിലൂടെ വാഗ്ദത്തം ചെയ്യുന്നു. പക്ഷേ സിദെക്കിയാവ് അത് വിശ്വസിച്ചില്ല. അവൻ ഹനാനി എന്ന് പറയുന്ന പ്രവാചകനെ ആശ്രയിച്ചു. അവൻ കള്ളപ്രവാചകനായിരുന്നു. ഹനന്യാവ് പ്രവചിച്ചത് നെബൂഖദ്നേസറിനെ സിദെക്കിയാവിന് തോൽപ്പിച്ച് തകർക്കുവാൻ കഴിയുമെന്നായിരുന്നു. യിരെമ്യാവ് 39-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലും 7-ാം വാക്യത്തിലും സിദെക്കിയാവ് തന്നിമിത്തം നേരിട്ട ഭയാനകമായ ശിക്ഷാവിധി നമുക്ക് കാണുവാൻ കഴിയും. സിദെക്കിയാവിൻ്റെ പുത്രന്മാരെ ബാബിലോൺ രാജാവ് അവൻ്റെ കൺമുമ്പിൽ വെച്ച് കൊന്നുകളഞ്ഞു. സിദെക്കിയാവിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ചങ്ങലയിട്ട് അവരെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ഇന്നലത്തെ വിജയി. ഇന്നത്തെ ചോദ്യം, കനാൻ ദേശം കൈയടക്കുവാൻ ഇസ്രായേൽ മക്കൾ എത്ര രാജാക്കന്മാരെ തോൽപ്പിച്ചു? ചോദ്യം ആവർത്തിക്കുന്നു. കനാൻ ദേശം കീഴടക്കുവാൻ ഇസ്രായേൽ മക്കൾ എത്ര രാജാക്കന്മാരെ തോൽപ്പിച്ചു? അതിവേഗം ഉത്തരങ്ങൾ അയച്ചു തന്ന് സമ്മാനങ്ങൾ നേടൂ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ അയയ്ക്കുക.